സ്വന്തം ശരീരത്തിന്റെ പിശുക്ക് ഒരാൾ ശ്രദ്ധിച്ചാൽ, സൂക്ഷിച്ചാൽ അവൻ വിജയിക്കുന്നവരെ കൂട്ടത്തിലാണ്. പിശുക്ക് ചില കാര്യങ്ങളിലൊന്നും സഹോദരന്മാരെ തീരെ പിശുക്ക് പാടില്ല. നന്മ ചെയ്യാൻ ഒട്ടും തന്നെ പിശുക്ക് പാടില്ല. നന്മ ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് പിശുക്ക് തോന്നിയാൽ അതാണ് ഏറ്റവും വലിയ പിശുക്ക്. സാമ്പത്തിക രംഗത്തുള്ള പിശുക്കിനെക്കാളും വലിയ പിശുക്ക് നന്മ ചെയ്യുന്നിടത്ത് ശരീരത്തിന് വരുന്ന പിശുക്കാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, സുബ്ഹി നിസ്കാരത്തിന് എഴുന്നേറ്റൊരു മനുഷ്യൻ, അവന് ഏറ്റവും ശ്രേഷ്ഠമായി ലഭിക്കുന്ന ഒരു 2 റക്അത്ത് സുന്നത്തുണ്ട്. സുന്നത്ത് നിസ്കാരങ്ങളിൽ, റവാത്തിബ് സുന്നത്തുകളിൽ വളരെ ശ്രേഷ്ഠതയുള്ള സുന്നത്താണ് സുബ്ഹിന്റെ സുന്നത്ത്. സുബ്ഹി നിസ്കാരത്തിന്റെ സുന്നത്ത് പോലെ മറ്റു നിസ്കാരങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സുന്നത്തിന് അത്ര വലിയ മഹത്വമില്ല. കാരണം സുബ്ഹിന്റെ 2 റക്അത്ത് സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 തവണ 2 വിധത്തിലുള്ള സൂറത്ത് ഓതിയിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. റവാത്തിബുകളിൽ എല്ലാ റവാത്തിബിനും സൂറത്ത് ഹദീസിൽ വന്നിട്ടില്ല. അതേ സമയത്ത് സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അതിൽ ഫാത്തിഹ മാത്രമല്ല സൂറത്ത് കൂടി ഓതേണ്ടതുണ്ട്. ഒരു സൂറത്ത് ഒരു റക്അത്തിൽ ഓതിയാൽ പോരാ, ഒരു റക്അത്തിൽ തന്നെ 2 സൂറത്ത് ഓതണം. ഒന്നാമ റക്അത്തിൽ സൂറത്തു ശർഹ്, അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്ത് ഓതണം. അതേ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും ഓതണം. രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്ത് ഓതണം. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും ഓതണം. 2 സൂറത്തും 2 ദിവസങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയതാണ്. രണ്ടും നമുക്ക് സുന്നത്താക്കപ്പെട്ടതാണ്. 2 സൂറത്ത് ഓതിയിട്ടുള്ളൊരു റവാത്തിബ്, അത് സുബ്ഹിന്റെ മുമ്പുള്ള റവാത്തിബ് മാത്രമേ ഉള്ളൂ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സുബ്ഹിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ ഒരു പിശുക്ക്, അത് വേണ്ട. ഫർളന്നെ നിസ്കരിക്കാത്ത ആൾക്കാർ എത്ര ഉണ്ട് എന്നാണ് ഫർള് നിസ്കരിച്ച ആൾ ചിന്തിക്കുന്നത്. ഫർളന്നെ നിസ്കരിക്കാത്ത എത്ര ആളുണ്ട്? അപ്പൊ ഞാൻ എത്ര മെച്ചാണ്, ഞാൻ ഫർള് നിസ്കരിച്ചല്ലോ. ജമാഅത്തിന് പോയി ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് അപ്പുറത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ ഒരാൾ ചിന്തിച്ചു, ജമാഅത്തിന് സുബൈക്ക് ഞാൻ പള്ളിയിലെത്തിയില്ലേ, ജമാഅത്തിന് തന്നെ വരാത്ത എത്ര ആൾക്കാരുണ്ട്, അവരെക്കാളും മെച്ചല്ലേ ഞാൻ. പക്ഷെ നിന്റെ ശരീരത്തിന്റെ പിശുക്ക് നീ മാറ്റണം. നന്മയോടുള്ള പിശുക്ക് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകും. നന്മയിൽ ശരീരത്തെ പ്രചോദിപ്പിക്കണം. പിശുക്കരുത്, ഒരു നന്മയിലും പിശുക്കരുത്. നന്മയിലുള്ള പിശുക്കാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ബിസ്മില്ലാഹി ചൊല്ലിയ വലിയ കാര്യമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണം, എന്നാ പിന്നെ പിശുക്കൊന്നും ഉണ്ടാകൂല. ബിസ്മില്ലാഹിം ചൊല്ലുന്നിടത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പൂർണ്ണമായിട്ട് ചൊല്ലണ്ടേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലേണ്ട സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ തന്നെ ചൊല്ലണം. ബിസ്മില്ലാഹിൽ ചുരുക്കരുത്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന അങ്ങനെയാണ്, ബിസ്മില്ലാഹി പോലും ചൊല്ലാത്ത ആൾക്കാരില്ല, ഞാൻ അതെങ്കിലും ചൊല്ലിയല്ലോ. നമ്മളെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ എത്ര ചുരുക്കിയത്, ചുരുക്കണ്ട, പിശുക്കണ്ട, അത് ഫുള്ളായിട്ട് ചെയ്യണം. 3 കാര്യങ്ങൾ നിന്നെ നാശത്തിലേക്ക് നയിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ 1 ശുഹുൻ മുതാഅ്, സലാസുൻ ഹുന്ന മുഹ്ലികാത്തുൻ. 3 കാര്യങ്ങൾ നമ്മെ നശിപ്പിച്ചു കളയുന്ന കാര്യങ്ങളാണ്. അതിലൊന്ന് തങ്ങൾ പറഞ്ഞു ശുഹുൻ മുതാഅ്, വിധേയപ്പെടുന്ന തരത്തിലുള്ള പിശുക്ക്. നന്മ ചെയ്യാനുള്ള ശരീരത്തിന്റെ പിശുക്ക്, അത് നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നന്മയിലേക്കല്ല, ഉയർച്ചയിലേക്കല്ല. ചെയ്യുന്നത് പൂർണ്ണമായി ചെയ്യുന്നതാണ് ഏറ്റവും വലുത്. അത് ചുരുക്കുന്നതാണ് സഹോദരങ്ങളെ പിശുക്കെന്ന് പറയുന്നത്. പലയിടത്തും അങ്ങനെ ചുരുക്കുന്ന അവസ്ഥകൾ കാണാം. ചുരുക്കരുത്, മുഴുവനായിട്ട് ചൊല്ലണം. ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഒരാള് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതുന്നിടത്ത് സ്വാദിട്ടിട്ട് ചുരുക്കാൻ പാടില്ല. സ്വൽഅം എന്ന് എഴുതിയിട്ടും ചുരുക്കാൻ പാടില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തന്നെ പൂർണ്ണമായും എഴുതണം.
പൂർണ്ണമായിട്ട് എഴുതണം. അപ്പൊ ഒരാൾ ചിന്തിക്കും, ഉസ്താദെ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതണമെങ്കിൽ എത്ര സ്ഥലം വേണം? ഒരു സ്വാന്നിട്ട് കൊടുത്താൽ കഴിഞ്ഞില്ലേ? പക്ഷെ ആ സ്വാന്നിട്ട് കൊടുത്ത ഒരു പിശുക്കാണത്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നീട്ടി എഴുതേണ്ട അദബ് ആ സ്വ എന്നതിൽ ചുരുക്കി. അത് അറബിയിലാണെങ്കിലും ചുരുക്കാൻ പാടില്ല, മലയാളത്തിലാണെങ്കിലും ചുരുക്കാൻ പാടില്ല. നിയമമൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ പാലിക്കുന്ന ആൾക്കാർ കുറവാന്ന് മാത്രം. സല്ലല്ലാഹു അലൈഹി വസല്ലം മലയാളത്തിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രിന്റ് ചെയ്യുന്ന ആൾക്ക് ശമ്പളം കൊടുത്തിട്ടില്ല, പ്രിന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ച് പ്രിന്റ് ചെയ്യാൻ കഴിയും. പഴയ കാലത്ത് ഉസ്താദുമാരൊക്കെ നല്ലോണം അത് ശ്രദ്ധിച്ചിരുന്നു. ദർസിലുള്ള കയ്യെഴുത്ത് മാസികകളിൽ വരെ ഞാനൊരു 2 കൊല്ലം ചില്ലറ മാസം ഓതിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട TC ഉസ്താദിന്റെ അടുത്ത്. അള്ളാഹു കൊടുത്ത ദർജേറ്റി കൊടുക്കട്ടെ. അന്ന് അവിടെ കയ്യെഴുത്ത് മാസിക ഇറക്കിയ കയ്യെഴുത്ത് മാസിക ഇപ്പോഴും നിങ്ങൾ പോയാൽ കാണാൻ പറ്റും. ചിലപ്പോ പഴയതുണ്ടെങ്കിൽ ദാറുൽ ആ കയ്യെഴുത്ത് മാസികയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫുള്ളായിട്ട് എഴുതും. മലയാളത്തിൽ അലൈഹിസ്സലാം എഴുതും, റളിയല്ലാഹു അൻഹു എഴുതും, റഹ്മത്തുള്ളാഹി അലൈഹി എഴുതും. ഒക്കെ ഫുള്ളായിട്ട് എഴുതും. ചുരുക്കൂല. സാ നിട്ടിട്ട് ചുരുക്കൂല, റാ നിട്ടിട്ട് ചുരുക്കൂല, അതുപോലെ തന്നെ ആ നിട്ടിട്ട് ചുരുക്കൂല. നമ്മൾ ചുരുക്കുന്നത് ഒരു മര്യാദക്കേടാണെന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു. അറബിയിൽ തന്നെ ചുരുക്കാൻ പാടില്ലെങ്കിൽ പിന്നെ മലയാളത്തിൽ ഏതായാലും പാടില്ല എന്നല്ലേ വരിക? ചുരുക്കരുത്. അത് പൂർണ്ണമായിട്ടും എഴുതുകയാണ് വേണ്ടത്. സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ എമ്പാടും ഉണ്ട്. സഹോദരങ്ങളെ, ചൊല്ലുന്നിടത്തും അങ്ങനെ തന്നെയാണ്. മുഴുവനായിട്ടും ചൊല്ലണം. പിശുക്കരുത്. ചില ആളുകൾ പിശുക്കിപ്പോകും. സുബ്ഹാനല്ലാഹ്, എന്തിനാണ് അങ്ങനെ പിശുക്കുന്നത്? നിങ്ങൾ നോക്ക്, ദുആ കഴിഞ്ഞാൽ സ്വലാത്തും ചൊല്ലണം, അതുപോലെ തന്നെ ഹംദും ചൊല്ലണം. സല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത്രയധികം പറയാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കഴിഞ്ഞു. അതിന്റെ ഇടക്കുള്ളതൊക്കെ കണ്ട് ചുരുക്കല്. അങ്ങനെ ആകുമ്പോ ചില സൂറത്തുകളൊക്കെ ഓതുമ്പോഴും ആയത്ത് ചുരുക്കുമോ എന്നൊരു പേടി, വേഗം തീരാൻ വേണ്ടിയിട്ട്. നമ്മളെ ഏൽപ്പിച്ചാൽ ആയത്ത് വേഗം ചുരുക്കിക്കളയോ? ചുരുക്കാൻ പാടില്ലല്ലോ, ഫുള്ളായിട്ട് ഓതണ്ടേ. നന്മയിൽ പിശുക്കണ്ട. നന്മയില് അത് അതിന്റെ രൂപം പോലെ തന്നെ നടന്നോട്ടെ. അതിൽ ചുരുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെങ്ങനെയാണോ ചെയ്യാൻ പറഞ്ഞ അങ്ങനെ തന്നെ മുഴുവനായിട്ടും അങ്ങനെ തന്നെ ചെയ്യുക. എന്തിനാണ് അതിൽ ചുരുക്കുന്നത്? അതിൽ പെടുന്നൊരു പിശുക്കാണ് ദിക്ർ ചൊല്ലുമ്പോ ഓരോന്നും വേർതിരിച്ച് ചൊല്ലാനുള്ള നമ്മളെ മടി. അതൊരു പിശുക്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ദിക്ർ ചെല്ലുന്ന ആൾക്കാരിൽ കറക്റ്റായി ദിക്ർ ചെല്ലുന്ന ആൾക്കാർ എണ്ണം കുറവാണല്ലോ. ഒരു സുബ്ഹാനല്ലാഹ് എന്നൊരു ഇമാം ഇങ്ങനെ ഒന്ന് ഉണർത്തിയാൽ 33 സുബ്ഹാനല്ലാഹ് എത്ര പേര് ചൊല്ലും? ഉസ്താദ് എല്ലാരും ചൊല്ലുന്നുണ്ടല്ലോ. എല്ലാവരും അക്കം പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണ്. അങ്ങനെയുണ്ട്. കാരണം ഈ അക്കം പിടിക്കുന്ന ആൾക്കാരനെ ഹൈസ്പീഡിലാണ് അക്കത്തിൽ പോകുന്നത്. സുബ്ഹാനല്ലാഹ് എത്ര വേഗാണ്. എന്റെ കൈ ഇങ്ങനെ ആക്കുന്നുണ്ടില്ലേ? സുബ്ഹാനല്ലാഹ് കഴിഞ്ഞു, 33 കഴിഞ്ഞു. എത്ര സ്പീഡില്! ഇതൊക്കെ ഹൈടെക് യുഗല്ലേ, നിങ്ങളാ വിചാരിച്ചറിയാ. സുബ്ഹാനല്ലാഹ് കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്ന്റെ അക്ഷരങ്ങളൊക്കെ ഈ മിന്നിമുറിയൽ കഴിഞ്ഞു. നമ്മളെ ശരീരത്തിന്റെ പിശുക്കാണത്, നന്മയോടുള്ള പിശുക്ക്. സുബ്ഹാനല്ലാഹി 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 സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി 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 സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ചെല്ലേണ്ട സുബ്ഹാനല്ലാഹ്. അങ്ങനെ ചുരുക്കിയത്. ചിലരുത് സീന് മാത്രം കേൾക്കും, വേറെ ഒന്നും കേൾക്കില്ല. അൽഹംദുലില്ലാഹ് അങ്ങനെ തന്നെ, അല്ലാഹു അക്ബർ അങ്ങനെ തന്നെ. പിശുക്കരുത്. പിശുക്കിയാലേ നമുക്ക് നേട്ടലുണ്ടാകുക, കോട്ടുണ്ടാകും, നാശത്തിലേക്കാ പോവുക. ചെല്ലേണ്ടത് ഫുള്ള് ചെല്ലണം. ചെല്ലേണ്ടത് ഫുള്ള് ചെല്ലണം, ചുരുക്കാൻ പാടില്ല. അതതിന്റെ കറക്റ്റ് പോലെ തന്നെ ചൊല്ലണം. നമ്മൾ വെട്ടിച്ചുരുക്കരുത്. ചൊല്ലാൻ വേണ്ടി നമ്മളോട് നിശ്ചയിച്ചത് അങ്ങനെ തന്നെ ചൊല്ലണം.
എങ്ങനെയാണോ നമുക്ക് ചൊല്ലാൻ പറ്റുന്നത് ആ രൂപത്തിൽ, സൗകര്യമാകുന്ന രൂപത്തിൽ, അക്ഷരങ്ങളൊക്കെ വെളിവാകുന്ന രൂപത്തിൽ തന്നെ ചൊല്ലണം. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതുഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. 100 ദിക്ർ നമ്മൾ അവിടെ ചൊല്ലുകയാണ്. ഒരു 10 തഹ്ലീലും ചൊല്ലുന്നു. തഹ്ലീൽ ഒരു പക്ഷേ 10 എണ്ണം ക്ലിയർ ആകുന്നുണ്ടാകും. അതിന്റെ മുമ്പുള്ള ദിക്റുകളൊന്നും സഹോദരന്മാരെ എഴുതപ്പെടുമോ എന്നറിയില്ല. ഒരു സൗണ്ട് മാത്രമാണ് വരുന്നത്, ഒരൊറ്റ അക്ഷരവും അതിന്റെ കൂടെ വരുന്നില്ല. സുബ്ഹാനല്ലാഹ്, എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ ചൊല്ലണം, പിശുക്കരുത്. ആ രൂപഭാവങ്ങൾ അങ്ങനെ സ്വീകരിക്കണം. നിശ്ചയിച്ച് ചൊല്ലാൻ വേണ്ടി പറഞ്ഞത് അങ്ങനെ തന്നെ ചൊല്ലണം. ഒരു മടിയും കാണിക്കരുത്. ചൊല്ലാൻ വേണ്ടി എണ്ണം കണക്കാക്കി പറയാതെ നിങ്ങളെ പാകം പോലെ ചൊല്ലിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ, കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിച്ച് ചൊല്ലിയപ്പോ, ചൊല്ലിയതിന് കണക്കിലധികം അല്ലാഹു തആല കൊടുത്തില്ലേ മഹാന്മാർക്ക്. ഔഫ് ബിൻ മാലിക് അൽ-അശ്ജഈ റളിയല്ലാഹു അൻഹു തന്റെ മകനെ കാണാതിരുന്നപ്പോൾ പരാതി വന്നു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മോനെ കാണാനില്ല, എന്റെ മോനാരോ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. മഹാനവറുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നു, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും, ഭാര്യ വലിയ വിഷമത്തിലാണ്, ആ കുട്ടിയുടെ ഉമ്മയാണ്, ഉമ്മ വലിയ സങ്കടത്തിലാണ്, മോൻ എവിടെ പോയി എന്നൊരു അഡ്രസ്സും ഇല്ല. മകൻ തിരിച്ചു വരാൻ വേണ്ടി തങ്ങൾ ദിക്ർ ചൊല്ലി കൊടുക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അത് അധികം ചൊല്ലാൻ വേണ്ടി പറഞ്ഞപ്പോൾ രണ്ടുപേരും ഇശാ നിസ്കാരത്തിന് ശേഷം ദിക്ർ ചൊല്ലി. എത്രയാണോ അവർ ചൊല്ലിയ കണക്ക് അവർക്ക് തന്നെ അറിയില്ല, അത്രയും അധികം ചൊല്ലി. ഉറക്കം വരുന്നത് വരെ ദിക്ർ ധാരാളം ചൊല്ലി അവർ കിടന്നു. സുബ്ഹിന്റെ മുമ്പ് തന്നെ വീടിന് വന്ന് മുട്ടി വിളിക്കുന്നു. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കതക് തുറന്നു നോക്കുമ്പോ മകനതാ വന്നിരിക്കുന്നു. മകൻ വന്നു എന്ന് മാത്രമല്ല, മകന്റെ കൂടെ ആടുകളുണ്ട്, മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഒട്ടകങ്ങളുണ്ട്. മകനെ കിട്ടാനാ ദിക്റില്ലേത്. മകനെ നീ വന്നോ? ആ വന്നു. എന്താ മുറ്റത്തൊക്കെ കാണുന്നത്? അത് ഞാൻ വന്നപ്പോ ശത്രുക്കളെ, എന്നെ അറസ്റ്റ് ചെയ്ത ശത്രുക്കളെ കുറെ ആടും മറ്റൊക്കെ അവിടെ കണ്ടിരുന്നു, ഞാൻ അതും കൂടെ തൊലിച്ചു കൂടെ, അപ്പൊ അതും കൂടെ അങ്ങോട്ട് പോന്നാണ്. നിനക്ക് അത് എടുക്കാൻ പറ്റൂല്ലേന്ന് അള്ളാഹുവിന്റെ റസൂലിനോടൊന്ന് പോയി ചോദിച്ചു നോക്കണം. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പോയിട്ട് പറഞ്ഞു, നബിയെ, മകൻ മാത്രല്ല വന്നത്, കൂടെ കുറെ ആടുകളും വന്നിട്ടുണ്ട്, ആടുകളെയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ അധികം ദിക്ർ ചൊല്ലിയപ്പോ അല്ലാഹു തആല കുറച്ച് അധികം തന്നതാണ്, ഒരു ഗനീമത്തും കൂടി കിട്ടി. അത് എടുത്തോളൂ, എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഉപയോഗിക്കാൻ പറ്റും. ദിക്ർ ചൊല്ലാൻ വേണ്ടി പറഞ്ഞാൽ അങ്ങനെയാണ്, ചൊല്ലാൻ നിർദ്ദേശിച്ചോടത്തൊക്കെ അങ്ങനെയാണ്. ഒന്നും ചുരുക്കരുത്, കുറക്കരുത്, പിശുക്കരുത്. കഴിവിന്റെ പരമാവധി രൂപഭാവം പോലെ തന്നെ ചെയ്യണം. പിശുക്ക് നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണ്. പിശുക്ക് ചില സംഗതികൾക്കൊക്കെ പിശുക്കല്ലേ. രാത്രി കിടക്കാൻ നേരത്ത് മിസ്വാക്ക് ചെയ്യാൻ എല്ലാവർക്കും എളുപ്പമാണ്, ഉളു എടുക്കാൻ പിശുക്കാണ്. എന്താ, ഉളു എടുക്കാൻ ആരുമില്ല, മിസ്വാക്ക് ചെയ്യാൻ എല്ലാരും ഉണ്ട്. അത് കിടക്കാൻ പോകല്ലേ, ഭക്ഷണമൊക്കെ കഴിച്ചല്ലേ, അതൊന്ന് മിസ്വാക്ക് ചെയ്യാം. ചിലര് കൂടെ ഒരാളും കൂടി കിടക്കുന്നുണ്ടല്ലോ, അയാൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ട, മിസ്വാക്ക് ചെയ്യാം. അതുപോരാ, അവിടെ ഒരു ഉളുവും കൂടിയുണ്ട്. കുളിക്കാൻ എല്ലാവരും റെഡിയാണ്. കുളിക്കുന്നതിന്റെ മുമ്പ് ഒരു ഉളു. കുളിക്കുന്നതിന്റെ മുമ്പ് ഉളു എടുക്കാതെ ഒറ്റ സമയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചിട്ടില്ല. കാമിലായ ഉളു, മിസ്വാക്കൊക്കെ ചെയ്തൊരു ഉളു കുളിക്കുന്നതിന്റെ മുമ്പ് തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. നമ്മൾ കുളിക്കാറുണ്ട്, പക്ഷേ കുളിയുടെ മുമ്പ് നമുക്ക് ഉളു പതിവില്ല. നമ്മളത് ശീലമാക്കിയിട്ടില്ല, ശീലമാക്കണം. നമ്മെ കൊണ്ട് കഴിയുന്നതാ സഹോദരങ്ങളെ. ഇതൊക്കെ കഴിവിന്റെ പരമാവധി തഖ്വ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. എത്ര സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ കഴിയുമോ അത്രയും സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം. അത് ഏറ്റവും വലിയ തഖ്വയാണ്.
എത്ര കറാഹത്തുകൾ ഒഴിവാക്കാൻ കഴിയുമോ അത്ര കണ്ട് ഒഴിവാക്കണം. ഹറാമുകൾ പൂർണ്ണമായും ഒഴിവാക്കണം. കറാഹത്തുകളും ഒഴിവാക്കാനൊക്കുമോ? അതും തഖ്വയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ആവശ്യമില്ലാതെ എത്രയോ കറാഹത്തുകളിൽ നമ്മളുണ്ട്. ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ലേ? കഴിയും. ആ രൂപത്തിലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. രണ്ടാമത് മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോ അവൻ മുത്തബഅ, പിന്തുടരപ്പെടുന്ന ഇച്ഛ. ഇച്ഛക്കനുസരിച്ച് നമ്മൾ പിന്തുടർന്ന് ജീവിച്ചാൽ തകർന്നു പോകും. നമ്മുടെ ഇച്ഛ പോലെയല്ലല്ലോ നമ്മൾ പോകേണ്ടത്. എങ്ങനെയാണോ വിശുദ്ധ ഇസ്ലാം വരച്ച് കാണിക്കുന്നത് അങ്ങനെയാ പോകേണ്ടത്. നമ്മുടെ താല്പര്യം പോലെ ആഗ്രഹം പോലെ നമ്മൾ പോയാൽ നമ്മൾ പെട്ടുപോകും. കാരണം ആഗ്രഹം പറയുന്നത് പല രൂപത്തിലാകും. ആഗ്രഹം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പല വിധേനയാകും. എല്ലാം നമ്മുടെ ദീനിനെ അനുകൂലമായി കൊള്ളണമെന്നില്ല. ആഗ്രഹം പോലെ നടന്നാൽ എല്ലാവരും പെട്ടുപോകും. പിന്തുടരപ്പെടുന്ന തടീച്ച വേണ്ട. നിന്റെ തടീച്ചയും നമ്മുടെ തടീച്ചയും മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാതയിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. എന്നിട്ട് അത് നമ്മുടെ ആഗ്രഹങ്ങളാക്കി മാറ്റണം. മനുഷ്യനെ തകർക്കുന്നൊരു കാര്യമാണ് അവൻ മുത്തബഅ, തോന്നുന്നതിനനുസരിച്ച് അവന്റെ ജീവിതം ക്രമീകരിക്കുക. നഊദു ബില്ലാഹ്. അതിന് എളുപ്പമാണ് ഈ കാലഘട്ടത്തിൽ. ഒരുപക്ഷെ ആളുകളെയും കിട്ടിയെന്ന് വരും. പലരും ആ രൂപഭാവങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്. തോന്നുന്നത് പോലെ നടക്കാൻ മുഅ്മിനീങ്ങളെ നമുക്കത് പറ്റില്ല. തോന്നുന്നത് പോലെ ജീവിക്കേണ്ട ആളുകളല്ല നമ്മള്. നമുക്ക് അടിസ്ഥാനം അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും നിർദ്ദേശിച്ചു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഹവക്ക് പിൻപറ്റി നമ്മൾ മുന്നോട്ട് പോയാൽ വിജയിക്കാൻ കഴിയില്ല. നേർക്ക് നേരെ ചിന്തിച്ച് മുന്നോട്ട് പോയാലോ രക്ഷപ്പെടാനുള്ള നല്ല വഴികൾ നമ്മുടെ മുന്നിലുണ്ട്. ആഗ്രഹം തോന്നിപ്പിക്കും പലതും. പക്ഷെ അതിന് വഴിപ്പെട്ടു പോയാൽ കുടുങ്ങും. ആഗ്രഹം തോന്നിപ്പിക്കുമ്പോ ചിന്തിക്കണം, ഈ തോന്നിപ്പിക്കുന്നതിന്റെ പിന്നാമ്പുറത്ത് വല്ല ചതിയും മറഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കണം. അങ്ങനെ ആലോചിക്കുമ്പോ ഒരു പക്ഷേ പിടുത്തം കിട്ടും. ഈ ആഗ്രഹത്തിലൂടെ ഞാൻ പോയാൽ ഞാൻ കുടുങ്ങും, എന്നാ പിന്നെ എനിക്കത് വേണ്ട, ഞാനത് സ്വീകരിക്കില്ല എന്ന് ശപഥം ചെയ്ത് മുന്നോട്ട് നീങ്ങുക. പകരം ഇത്തിബാഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മാതൃക സ്വീകരിക്കുക. അങ്ങനെയാ വേണ്ടത്. അതേത് വിഷയത്തിലാണെങ്കിലും അങ്ങനെ ഒരു മാർഗം അവലംബിക്കുകയാണെങ്കിൽ ആള് കുടുങ്ങൂല. എല്ലാ സംഗതികളിലും അങ്ങനെ സ്വീകരിച്ച. ഇപ്പൊ നാട്ടിലൊരാൾ സ്വീകരിക്കുന്ന ശൈലി നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നാട്ടിലൊരാൾ സ്വീകരിക്കുന്ന ശൈലി ജനങ്ങളെല്ലാവരെയും അയാളെ വീട്ടിലേക്ക് വിളിച്ചു കൂട്ടിയിട്ട് വരുന്ന ആളുകൾക്കൊക്കെ ഒരു പാക്കറ്റ് ഭക്ഷണം കൊടുത്തിട്ട് എല്ലാവരോടും ആ പാക്കറ്റും വാങ്ങി എല്ലാവരും പൊയ്ക്കോളൂ എന്ന് പറയുകയാണെങ്കിൽ അയാൾക്ക് അങ്ങനെയാ മോഡലായി തോന്നിയത്. ഇവിടെ ഭക്ഷണം കഴിച്ച് നിങ്ങളെ പ്ലേറ്റ് കഴുകാനും നിങ്ങളെ വിളിച്ചിരുത്താനും അതിനൊന്നും നമ്മുടെ സൗകര്യമില്ല, എല്ലാവരും ഭക്ഷണം വാങ്ങി ഓൾറെഡി പൊയ്ക്കോളുക. നേർച്ചക്കൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുത്തു വിടുകയാണ്. വീട്ടില് വിളിച്ച് വരുത്തിയ ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത് അങ്ങനെ വിടുമ്പോ ഒരുപാട് പോരായ്മകൾ നമുക്കവിടെ കുറവുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നഷ്ടമായി പോകുന്നു. ഒന്ന്, ആ വന്ന ആളുകളൊക്കെ നമ്മുടെ അതിഥികളാണ്. അവരെ ബഹുമാനിക്കാനും സ്വീകരിക്കാനും സൽക്കരിക്കാനും കഴിഞ്ഞില്ല. എങ്ങനെ ബഹുമാനിച്ചിരുത്തണം? ഇരുത്തേണ്ട മാർഗങ്ങളിൽ അവരെ ബഹുമാനിച്ചിരുത്തണം. ഭക്ഷണം അവരെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് വിളമ്പിക്കൊടുക്കണം. മുന്നിൽ ഇങ്ങനെ ഭക്ഷണം കൊണ്ടുപോയി വെച്ച് കൊടുക്കണം. ഭക്ഷണം ഒരു ചെമ്പിൽ വെച്ച് അതിൽ നിന്ന് അവരോട് വിളമ്പാൻ പറയാൻ പാടില്ല. അതൊക്കെ ലേറ്റസ്റ്റ് മോഡലായി വരും. പക്ഷേ ഇസ്ലാമിനത് മോഡലല്ല. അത് അപമര്യാദയാണ്. അതിഥിയോട് ചെയ്യുന്ന മര്യാദക്കേടാണ്. അതിഥിയെ ബഹുമാനിക്കുന്നത് ഈമാനിന്റെ ഭാഗമാണ്. അയാൾ വന്ന് അങ്ങനെ ഒരു ഭാഗത്ത് ഇരിക്കാൻ സ്ഥലമില്ലാതെ നിന്നു പോകരുത്. ഇരിക്കാൻ ചെയർ വേണം. സലാം പറഞ്ഞ് അവരെ സ്വീകരിച്ചിരുത്തണം. ആശ്വാസത്തിന് വന്ന രൂപത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ കൊടുക്കണം, വെള്ളം കൊടുക്കണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദിത്യ മര്യാദകളൊക്കെ പഠിപ്പിച്ചത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അതിഥി സൽക്കാരത്തിന്റെ മര്യാദകളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൈകൊണ്ട് സാറ ബീവിയുടെയും റളിയല്ലാഹു അൻഹാ കൈകൊണ്ട് ഭക്ഷണമുണ്ടാക്കിയിട്ട് ഒരു തളികയിൽ ആ ഭക്ഷണവും പിടിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിഥികളെ മുന്നിലേക്ക് ഇങ്ങനെ വരുന്നു. മുന്നിൽ അതങ്ങനെ വെച്ചു കൊടുക്കുന്നു. ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു കൊടുക്കുന്നു. ആരാണ് എന്ന് തിരിച്ചറിയാഞ്ഞിട്ട് പോലും അതിഥികളെ കിട്ടിയല്ലോ എന്ന ബഹുമാനം കൊണ്ട് എല്ലാ നിലക്കുമുള്ള വലിയൊരു ഭക്ഷണമുണ്ടാക്കി മുന്തിയ ഭക്ഷണം അവരെ മുന്നിൽ കൊണ്ടുപോയി കൊടുത്തപ്പോ ഭക്ഷണം കഴിക്കാതെ കൈ സ്പർശിക്കാതെ മാറി നിൽക്കുന്നത് കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പേടി തോന്നി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അവർ പറഞ്ഞു, പേടിക്കണ്ട, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നവരല്ല. ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയിലേക്ക് അയക്കപ്പെട്ട മലക്കുകളാണ് ഞങ്ങൾ. അവരെ ശിക്ഷിക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഇവിടെ ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ്. ചെറിയൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നവരല്ല. ഭക്ഷണം കഴിക്കുന്നവരല്ലാഞ്ഞിട്ട് പോലും മനുഷ്യവേഷത്തിൽ വന്ന ആളുകളെ ഒരു പരിചയമില്ലാതെ എത്ര പെട്ടെന്നാണ് മഹാനവർഗർ സ്വീകരിച്ചത്. അവരെ സലാം പറഞ്ഞ് അവരെ ഇരുത്തി ഭക്ഷണം പാചകം ചെയ്ത് അവരെ മുന്നിൽ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചു കൊടുത്തു. അങ്ങനെയാണ് അതിന്റെ ബഹുമാനം. വന്ന ആൾക്കാരെ പാത്രവും കൊടുത്ത് വാരിയെടുത്ത് കൊണ്ടുപോയി എവിടെയെങ്കിലും ചാരി നിന്ന് തിന്നാൻ വേണ്ടി പറയലല്ല. അത് ബഹുമാനക്കേടാണ്. അത് ചെയ്യാൻ പാടില്ല. അതിന് ലോകത്തുള്ള ഏതാള് എത്ര വലിയ അംഗീകാരവും സമ്മതവും കൊടുത്താലും ശരി, മുസ്ലിമിന് അത് പറ്റില്ല. അവൻ ആ മോഡല് ആളുകളെ ഭക്ഷണം കൊടുത്തിട്ട് എവിടെങ്കിലും ചാരി നിർത്തിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഇങ്ങനെ നടന്നിട്ടോ ഒക്കെ ഭക്ഷണം കഴിക്കുന്ന ഏർപ്പാട് അത് ഏറ്റവും മോശപ്പെട്ടതാണ്. അവനോട് ചെയ്യുന്ന അപമര്യാദയാണ്. അതിനേക്കാളും നല്ലത് ആരെയും സ്വീകരിക്കാതിരിക്കലാണ് നല്ലത്. അപ്പൊ ഒരു പക്ഷേ മോഡലായിട്ട് അങ്ങനെ പറയും. പക്ഷെ അതിന്റെ പിന്നാലെ പോകരുത്. മോഡൽ നമുക്ക് സംവിധാനിക്കുന്നിടത്തൊക്കെ ഇത്തിബാണ് പരിഗണിക്കേണ്ടത്. ഏത് മോഡലാണ് നമ്മൾ മുന്നോട്ട് മുന്തിക്കുന്നതെങ്കിലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിന്റെയും മഹാന്മാരുടെയും മാതൃകാ വിഷയത്തിൽ എന്താണോ അതാണ് അന്വേഷിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത്. എന്നാ പിന്നെ നമുക്ക് പിഴക്കേണ്ടി വരില്ല, നമുക്ക് തെറ്റേണ്ടി വരില്ല. എല്ലാ കാര്യങ്ങളിലും അങ്ങനെയല്ലേ മാതൃക സ്വീകരിച്ചത്. നിങ്ങൾ നോക്ക്, സാധാരണ എല്ലാവരും നമ്മുടെ നാട്ടിൽ കിട്ടൂല, എപ്പോഴെങ്കിലുമൊക്കെ കിട്ടിയാൽ ഭക്ഷിക്കുന്ന ഒരു സാധനമാണ് ഉടുമ്പ്. ഭക്ഷിക്കൽ ഹലാലായതാ. ഉടുമ്പ് ഹലാലായ ജീവിയാണ്. ഈ ഉടുമ്പ് ശരിയാക്കിയിട്ട് അറുത്ത് വേവിച്ച് റെഡിയാക്കി മുന്നിൽ കൊണ്ടുവന്ന് വെച്ചപ്പോ മഹാന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരുവിധം ആളുകൾ അത് മുന്നിൽ കഴിക്കാൻ വേണ്ടി വെച്ചതാണ്. ഉടുമ്പിനെ ശരിയാക്കി വെച്ചതാ, വേവിച്ച് റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചപ്പോ അവരെ ചർച്ച, ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് വേണ്ടാറുണ്ട്. കാരണം തങ്ങൾ കഴിച്ചത് മാത്രമേ ഞാൻ ഈ ദുനിയാവിൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ, താല്പര്യപ്പെടുന്നുള്ളൂ. കഴിക്കാത്ത ഒരു സംഗതി ഇത് മാത്രമല്ല, ഒന്ന് രണ്ട് സംഗതികളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇതും എനിക്ക് വേണ്ട. മറ്റൊരു കൂട്ടം മഹാന്മാരായ ആൾക്കാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടുമ്പിനെ ഇങ്ങനെ തങ്ങൾക്ക് കൊണ്ടുവന്ന് സൽക്കരിച്ചപ്പോ സ്വഹാബത്തിലേക്ക് ഇങ്ങനെ നീക്കിക്കൊടുത്തു, നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അവര് കഴിച്ചു. അവര് കഴിക്കുന്നതിന് എതിർപ്പൊന്നും തങ്ങൾ പ്രകടിപ്പിച്ചിട്ടില്ല. സ്വഹാബത്ത് കഴിച്ചപ്പോ പറ്റൂല എന്നല്ലല്ലോ തങ്ങൾ പറഞ്ഞത്, കഴിച്ചോളൂ എന്നല്ലേ. അതുകൊണ്ട് നമുക്ക് കഴിക്കാം. കഴിക്കുന്നതിന് വിരോധമൊന്നുമില്ല, കഴിക്കുന്നതിന് തെറ്റൊന്നുമില്ല, ജായിസാണ്, ഹലാലാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ അവരെ കുറച്ചാൾക്കാരവിടെ എഴുന്നേറ്റ് പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിച്ചിട്ടില്ലല്ലോ എന്നത്. അങ്ങനെ ഇത്തിബാ ഉണ്ടല്ലോ സ്വഹാബത്തിൽ.
സ്വഹാബിമാരുടെ കൂട്ടത്തിൽ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹുവിന്റെ വീട്ടിൽ തങ്ങൾ താമസിക്കുന്ന ഘട്ടത്തിൽ ഒരു ദിവസം മഹാനവറുകൾ നല്ല ഒരു സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കി. അന്ന് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കി. പക്ഷെ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കിയാൽ ആ ഭക്ഷണം ഇങ്ങനെ തളികയിൽ ഭക്ഷണം കൊണ്ടുപോയി ഒന്ന് വെച്ചു കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേറെ ആരെങ്കിലും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഓരോ പാത്രത്തില്ല, ഒറ്റ പാത്രത്തിൽ. ആ ഭക്ഷണം കഴിച്ചിട്ട് ആ പാത്രം എടുത്തു കൊണ്ടുവരുമ്പോ അവരുടെ കൈവിരൽ അടയാളം പതിഞ്ഞ സ്ഥലത്താണ് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഭാര്യയും കൈവച്ചുകൊണ്ട് ഭക്ഷണം വാരിക്കഴിക്കാറുള്ളത്. പക്ഷെ അന്ന് എവിടെയും ഒന്നും സ്പർശിച്ച ഒരു രൂപവും കാണുന്നില്ല, ഒരു വിരല് പോലും തൊട്ടത് കാണുന്നില്ല. ഭക്ഷണം അങ്ങനെ തന്നെ ഉണ്ട്. അതില് ആ ഭക്ഷണത്തില് ധാന്യങ്ങളുണ്ട്, മാംസമുണ്ട്, അതുപോലെ തന്നെ അത് പൊരിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഭക്ഷണമാണ്. പക്ഷെ തങ്ങൾ അതിൽ തൊടാത്ത രൂപം കണ്ടപ്പോ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു പേടിച്ചു. മഹാനവറുകൾ വന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഭക്ഷണത്തിന് എന്താണ് കുഴപ്പം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നല്ല ഭക്ഷണമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സംഗതി അതിലുണ്ട്. ഞാനത് കഴിക്കുന്നത് എനിക്ക് വെറുപ്പാണ്. കാരണം മലക്കുകളോട് സംവദിക്കുന്ന ആളാണ് ഞാൻ. അവർക്കതിന്റെ വാസന ഇഷ്ടമില്ല. വേവിക്കാത്ത ഉള്ളി അതിൽ വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. വേവിക്കാത്ത ഉള്ളി അരിഞ്ഞ് റെഡിയാക്കി നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് പല ഭാഗങ്ങളിലും അത് നിങ്ങൾ വെച്ചിട്ടുണ്ട്. അതെനിക്ക് കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ അത് കഴിച്ചില്ല. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു തീരുമാനിക്കുന്നത്, ആ രീതിയിലുള്ള ഭക്ഷണം തങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇനി എന്റെ ജീവിതകാലത്ത് എനിക്കും വേണ്ട. വേവിക്കാത്ത പച്ച ഉള്ളി തങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കാത്തത്, ഇഷ്ടപ്പെടാത്തത്, അതിന്റെ വാസന മലക്കുകൾക്ക് വെറുപ്പായതുകൊണ്ടാണ്. ഉള്ളി മാത്രം കഴിച്ചാല് അവരോട് സംവദിക്കാൻ ഒരു പ്രയാസം ഉണ്ട് എന്ന നിലക്ക് തങ്ങൾ ഉപേക്ഷിച്ചതാണ്. സഹോദരങ്ങളെ, വേവിച്ച ഉള്ളിക്ക് ആ പ്രശ്നം ഇല്ല. പച്ച ഉള്ളിയായതുകൊണ്ട് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു തീരുമാനിക്കുന്നു, അത്തരത്തിൽ മോഡൽ കൂടിയ ഭക്ഷണങ്ങൾ, ഈ പച്ച ഉള്ളി ചേർത്തിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഇനി വേണ്ട. നമ്മുടെ വീട്ടിൽ അത് ഉണ്ടാക്കേണ്ട. തങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ആ രീതിയിലുള്ള ഭക്ഷണം വേണ്ട. അവരങ്ങനെയാ തീരുമാനിക്കുന്നത്.